ചെമ്പേരി ലൂർദ് മാതാ പള്ളിയിലേക്കുള്ള രണ്ടാമത് മരിയൻ തീർത്ഥാടന യാത്രയാണ് ഇന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പിന്റെ നേതൃത്വത്തിൽ എടൂർ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഈ തീർത്ഥാടന യാത്ര ചെമ്പേരിയിലേക്ക് പോവുകയാണ്. 30 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് ആയിരക്കണക്കിനോളം ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ജപമാല ഘോഷയാത്രയായി ചെമ്പേരി ലൂർദ് മാതാ പള്ളിയിലേക്ക് ആഗമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ജപമാല ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും അമ്മേ ഞങ്ങൾ നിന്നെ വണങ്ങാം. ജപമാല ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും അമ്മേ ഞങ്ങൾ നിന്നെ വണങ്ങാം. അമ്മേ ഈശോൻ മാതാവേ ഞങ്ങൾക്ക് അഭയമാണു നീ. അമ്മേ തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ എടൂർ സെന്റ് മേരീസ് ഫൊറാന ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്കുള്ള രണ്ടാമത് മരിയൻ തീർത്ഥാടന യാത്ര എടൂരിൽ നിന്ന് ആരംഭിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ 30 കിലോമീറ്റർ ദൂരം കാൽനടയായി നടത്തുന്ന രണ്ടാമത് മരിയൻ തീർത്ഥാടന യാത്ര തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി എടൂർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന ദേവാലയത്തിൽ ജപമാലയും ആശീർവാദവും നടന്നു. കമ്പിനി നിരത്ത്, ആനപ്പന്തി, സെന്റ് ജൂഡ് നഗർ, വള്ളിത്തോട്, പെരിങ്കിരി വഴി ഉളിക്കലിൽ എത്തിച്ചേരും. ഉളിക്കൽ പള്ളിയിൽ അത്താഴം. കുന്നോത്ത് ഫൊറാന, നെല്ലിക്കാംപൊയിൽ ഫൊറാന, മണിക്കടവ് ഫൊറാന എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളും ഒപ്പം ചേരും. മുണ്ടാനൂർ, കണ്ടകശ്ശേരി, പയ്യാവൂർ ടൗൺ എന്നിവിടങ്ങളിലൂടെ ചെമ്പേരിയിലേക്ക്. 6-ന് പുലർച്ചെയോടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഫുസ്കോ സ്കൂൾ, ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ ശുചിമുറി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിരൂപതയുടെ മറ്റ് ഫൊറോന കേന്ദ്രങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളും ഇതേ സമയം തന്നെ ചെമ്പേരിയിലേക്കെത്തും. 6-ന് പുലർച്ചെ 3:30-ന് ചെമ്പേരി ബസിലിക്ക ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന നടക്കും. അതിരൂപതയിലെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രത്യേകം നടത്തുന്ന പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. കുടിയേറ്റ ജനതയൊന്നാകെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഒപ്പം മക്കൾക്കടുത്ത സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ നടത്തുന്ന ഒരു തീർത്ഥാടനമാണിത്. കുടിയേറ്റത്തിന്റെ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിലുടനീളം മക്കളായ തങ്ങൾക്ക് അമ്മ വഴി ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനും പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ഈശോയിലേക്ക് അടുക്കാനുമുള്ള ഒരു ജനതയുടെ ആഗ്രഹമാണ് ഈ മരിയൻ തീർത്ഥാടനത്തിലൂടെ പ്രകടമാകുന്നത്. കുന്നോത്ത് ഫൊറാനയുടെ ഏകീകൃത മെമ്പറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഈ തീർത്ഥാടനം രണ്ടാമത്തെ തീർത്ഥാടനമാണ് ചെമ്പേരി ലൂർദ് മാതാ പള്ളിയിലേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്കുള്ള രണ്ടാമത് തീർത്ഥാടനമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. എടൂർ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നിന്നും തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ബലിയർപ്പണത്തിന് ശേഷം അവിടെ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളെ നയിച്ചുകൊണ്ട് പിതാവ് ബസിലിക്കയിലേക്കുള്ള കാൽനടയായിട്ടുള്ള ഈ തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഈ സെന്റ് ജൂഡ് കുന്നോത്ത് ഫൊറാനയുടെ കീഴിലുള്ള തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജൂഡ് തീർത്ഥാടന ആലയത്തെ ഈ പരിസരത്തേക്ക് എത്തിച്ചേരുകയാണ്. കുന്നോത്ത് ഫൊറാനയുടെ കീഴിലുള്ള 14 ഇടവുകളിൽ നിന്നുമുള്ള വിശ്വാസികൾ ഇവിടെ ഈ തീർത്ഥാലയത്തിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയും അതിനുശേഷം ബിഷപ്പ് എമിരറ്റസ് മാർ ഞലക്കാട്ട് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലിയും ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. ഈ ദിവ്യബലിക്ക് ശേഷം ഇവിടെ നിന്ന് കുന്നോത്ത് ഫൊറാനയിലുള്ള വിശ്വാസികൾ എല്ലാവരും ഒന്ന് ചേർന്ന് എടൂർ ഫൊറാനയിൽ നിന്ന് വരുന്ന വിശ്വാസികൾക്കൊപ്പം അഭിമന്യ പാംബ്ലാനി പിതാവിൻ്റെ ഒപ്പം കാൽനടയായി ചെമ്പേരിയിലേക്ക് മാതാവിൻ്റെ വലിയ അനുഗ്രഹപ്രാപ്തിക്കായിട്ട് ഈ രാത്രിയിൽ കാൽനടയായി നീങ്ങുകയാണ്. പോകുന്ന വഴികളിൽ വിവിധ ഫൊറോണയിൽ നിന്ന്, നെല്ലിക്കാംപൊയിൽ നിന്നും മണിക്കടവിൽ നിന്നും അതുപോലെ ചെമ്പേരിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം ഉളിക്കൽ ഭാഗത്ത് നിന്ന് മണിക്കടവ് ഫൊറോനയും അതുപോലെ നെല്ലിക്കാംപൊയിൽ ഫൊറോനയും ഈ തീർത്ഥയാത്രയ്ക്കൊപ്പം ചേരുന്നതാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉളിക്കലിൽ വിശ്രമമുണ്ട്. അതിനുശേഷം നെച്ചാടും വെള്ളം കുടിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായ രീതിയിൽ വാളണ്ടിയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി
നമുക്ക് ഏറ്റവും സുഗമമായി ചെമ്പേരിൽ എത്തിച്ചേരാവുന്നതാണ്. വാളണ്ടിയേഴ്സിന് എല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെയും ചെറിയ സ്നാക്സിൻ്റെയും എല്ലാ ഒരുക്കങ്ങൾ വഴിയിൽ ഈ പോകുന്ന വഴിയിലുള്ള ദേവാലയങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ 3 മണിക്ക് ചെമ്പേരി ബസിലിക്കയിൽ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവിൻ്റെയും അതുപോലെ ബിഷപ്പ് എമിരേറ്റസ് വലിയറ്റ പിതാവിൻ്റെയും അതുപോലെ തന്നെ ഞലക്കാട് പിതാവിൻ്റെയും മറ്റ് രൂപതയിലെ ചാൻസലർമാരുടെയും മോൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ബലിയർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം വിശ്വാസികൾക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ തീർത്ഥാടനം ഏറെ ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സംസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദിവ്യകാരുണ്യത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പിതാവ് പ്രഖ്യാപിക്കുന്നതാണ്. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പിതാവ് നേരത്തെ തന്നെ എല്ലാ വിശ്വാസികളോടുമായി അഭ്യർത്ഥിച്ചിരിക്കുന്നതാണ്. കൂടെയുള്ളത് ആർച്ച് ബിഷപ്പാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ ഈ തീർത്ഥാടനത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ തീർത്ഥാടനം 2ാമത്തെ തീർത്ഥാടനമാണ്. അപ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ തീർത്ഥാടനം കൂടെ ഓരോ കേന്ദ്രത്തിൽ നിന്നും ആഗമിച്ച് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച്? കഴിഞ്ഞ വർഷമാണ് 2024 നമ്മുടെ ആദ്യത്തെ തീർത്ഥാടനം നടന്നത്. മാതാവിനോടുള്ള നമ്മുടെ സഭയുടെയും വിശ്വാസികളുടെയും ഒരു ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്നതാണ് പ്രധാന ലക്ഷ്യം. മാത്രമല്ല 2025 വർഷം സഭ മുഴുവനും ജൂബിലി വർഷമായിട്ടാണ് നമ്മളിന്ന് മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നത്. കർത്താവായ യേശു ജനിച്ചിട്ട് 2025 വർഷം മഹാജൂബിലി വർഷമാണ്. ഈ ജൂബിലി വർഷത്തിൽ തീർത്ഥാടനങ്ങൾ നടത്തണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹം നമ്മളൊക്കെ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിങ്ങനെ മരിയൻ ദേവാലയത്തേക്ക് തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഈ വർഷവും എടൂർ ഇടവയിൽ നിന്നാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. എടൂരിൽ നിന്ന് ചെമ്പേരിലേക്ക് 35 കിലോമീറ്ററാണുള്ളത്. ഈ 35 കിലോമീറ്റർ ആളുകൾ ഒരുമിച്ച് നടക്കുന്നു. ഇപ്പോൾ തലശ്ശേരി രൂപതയുടെ മേലധ്യക്ഷനായ അഭിമന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിലും വൈദികരും സമർപ്പിതരും ആളുകളും അടങ്ങും. മൊത്തം കഴിഞ്ഞ വർഷം നമ്മൾ 10,000 ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ വന്നത് 25,000-ഓളം ആളുകളായിരുന്നു. ഈ വർഷവും അതുപോലെ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു ചിലപ്പോൾ കുറവ് വരാം, പല കാരണങ്ങളും ഇപ്പോൾ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്നതിനുണ്ടാകാം. എങ്കിലും എടൂരിൽ നിന്നുള്ള തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞു. അവരിപ്പോൾ ആനപ്പന്തി ഈ ഷൈനിൻ്റെ മുമ്പിലേക്ക് വരും. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടല്ല, ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയും ആ പ്രദേശങ്ങൾക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടിയും വിവിധ മതസ്ഥ ആളുകളൊക്കെ സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയും നല്ല കാലാവസ്ഥകളും നമ്മുടെ അധ്വാനങ്ങൾക്കെല്ലാം നല്ല വിളവുകളൊക്കെ ഇങ്ങനെയുള്ള പൊതു നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ഈ തീർത്ഥാടനം 3 മണിയാകുമ്പോഴത്തേക്കും വെളുപ്പിന് ചെമ്പേരിൽ എത്തിച്ചേരും. ഉടനെ അവിടെ 3:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. എല്ലാവരും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് പിന്നെ ആളുകൾ അവിടുന്ന് തിരിച്ചു വരും. പോകുന്ന വഴിയൊക്കെ ദേവാലയങ്ങൾക്കൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദേവാലയത്തിന് മുമ്പിൽ ഇവർക്ക് വേണ്ടി ചെറിയ കാപ്പി അല്ലെങ്കിൽ കഞ്ഞി പിന്നെ ഫ്രഷ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പതുക്കെ നടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ പ്രായക്കാരുണ്ട്, കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, ചെറുപ്പക്കാർ പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും പറ്റുന്നു. ആർക്കെങ്കിലും ഏത് തരത്തിൽ അസൗകര്യങ്ങളോ പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അതിനവരെ അക്കമ്പനി ചെയ്യാൻ ആംബുലൻസുകളും വാഹനങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചുകൊണ്ട് വരുവാൻ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളോടുകൂടിയാണ് ഈ തീർത്ഥാടനം നടത്തുന്നത്. നമ്മളൊരു ജനമാണ്, ഒരൊറ്റക്കെട്ടായിട്ട് പോകുന്നു, പ്രാർത്ഥിച്ചു പോകുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ ബസിലിക്ക ദേവാലയം ഉള്ളത് ചെമ്പേരിയിലാണ്. ആ അമ്മയുടെ പക്കലേക്കാണ് തീർത്ഥാടനമായിട്ട് പോകുന്നത്. അതാണ് എൻ്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നു. ആർക്കും നിർബന്ധമൊന്നുമില്ല, സ്വതന്ത്രമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തീർത്ഥാടനത്തിനെല്ലാം മംഗളങ്ങൾ നേരുന്നു. ഇവിടെ കുർബാന അർപ്പിച്ചു തീർന്നു. ഇനി മറ്റുള്ളവരുടെ കൂടെ നമ്മളിവിടുന്ന് ചേർന്നു. അച്ഛനാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് തീർത്ഥാടനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ പുലർച്ചെ 3 മണിക്കാണ് എത്തുന്നത്. അവിടെ കുർബാന കഴിഞ്ഞിട്ടാണ് പിരിയുന്നത്. അപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും വിശ്വാസികൾ കൂടി വരികയാണ്. എല്ലാ ഇതുപോലുള്ള ചെറിയ ചെറിയ പള്ളികളിൽ നിന്നെല്ലാം വിശ്വാസികൾ കൂടി ഒരുമിച്ചാണ് ചെമ്പേരി ലൂർദ് മാതാ പള്ളിയിൽ എത്തുന്നത്. സെൻറ്റ് ജൂഡ് പള്ളിയിൽ നിന്നും ക്യാമറമാൻ ഹരീനക്കും